ഹായ് ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്ത് കെയർ അവയർനെസ് വീഡിയോ ആണ്. സോ ഫാറ്റി ലിവർ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഒരു സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിലർക്കൊക്കെ ഫാറ്റി ലിവർ ഫൗണ്ട്, മൈൽഡ് ഫാറ്റി ലിവർ ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാം. അത് വേറൊന്നുമല്ല, നമ്മളുടെ ഇപ്പോഴത്തെ ഭക്ഷണ ശൈലികൾ മാറും തോറും നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമ്മളുടെ തേടി എത്തുന്നതാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. സോ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഒരു ലൈഫ് സ്പാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൽ ആ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവറിന്റെ ഒരു എന്താ പറയാ ഒരു ഇത് നമുക്ക് കുറയ്ക്കാം. ഒരു ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത്, നല്ലതുപോലെ വെള്ളം കുടിക്കുക. ഒരു 1 to 2 ലിറ്ററോളം വെള്ളം മാക്സിമം നമ്മുടെ കുടിക്കാൻ ശ്രമിക്കുക. അതായത് വേറൊന്നുമല്ല, നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ദാഹിച്ച് കുടിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ടൈം ഡ്യൂറേഷൻ വെച്ചിട്ട് വെള്ളം കൺസ്യൂം ചെയ്യുക. പിന്നെ നല്ലതുപോലെ ഉറങ്ങുക. ഒരു 7 to 8 മണിക്കൂറോളം നമ്മൾ ഉറങ്ങണം. അതായത് ഉറങ്ങുന്നതിന് 1 hour മുന്നേ തന്നെ നമ്മുടെ ഫോണെല്ലാം മാറ്റി വെച്ച് സ്ക്രീൻ ടൈം ഒക്കെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം സമാധാനമായിട്ട് ഉറങ്ങുക. അല്ലാതെ ഫോൺ നോക്കി നോക്കി കിടന്ന് ഉറങ്ങാനല്ല പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ബ്രെയിനിനെ സ്ട്രെസ് കൊടുക്കുകയും അല്ലെങ്കിൽ ഓവർ വർക്ക് ലോഡ് കൊടുക്കുകയും ചെയ്യുകയാണ്. മൂന്നാമത് പറയുന്നത്, മൈദ, അതുപോലെ തന്നെ എണ്ണ, അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. നാലാമത്, ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുക. ഫൈബർ റിച്ച് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് നമ്മുടെ ഡയറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ആൽക്കഹോൾ കഴിക്കുന്ന, മദ്യം കഴിക്കുന്നവരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ മദ്യം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ ഉറപ്പായിട്ടും വ്യായാമം ചെയ്യണം. അതായത് ഒരു 1 മണിക്കൂറോളം ദേഹം വേർക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, വ്യായാമം ചെയ്യുക. നല്ലതുപോലെ എക്സസൈസസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഫുൾ കലോറി ബേൺ എന്ന് പറയുന്നത് പോലെ ആ ഫാറ്റ് ബേൺ ആകത്തുള്ളൂ. പിന്നെ പെട്ടെന്ന്, അയ്യോ എനിക്ക് ഫാറ്റി ലിവർ ആണ്, അത് ഞാൻ വണ്ണം വെച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഫാറ്റി ലിവർ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് കൂടുതൽ കൊണ്ടാണ് ഫാറ്റി ലിവർ, അതങ്ങനെ അല്ല. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് വണ്ണം കുറയ്ക്കണം, ഈ ഒരു ചിന്താഗതി മാറ്റുക. സഡൻ വെയിറ്റ് ലോസ് കാരണവും ഫാറ്റി ലിവർ വരാം. സോ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ബോഡി വെയിറ്റോ ഒന്നും കാരണം ഒന്നുമല്ല ഫാറ്റി ലിവർ വരുന്നത്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കാരണമാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇങ്ങനത്തെ ഫാറ്റി ലിവർ പോലത്തെ അസുഖങ്ങൾ വരുന്നത്. സോ ഇതിന് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് അത് കുറയ്ക്കാനും സാധിക്കും. സോ ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സോ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ, till then, it's my talk with Dr. RJSJ signing off. Thank you.